അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡിൻ്റെ ആഗോള വിദ്യാഭ്യാസ പദ്ധതിയായിട്ടുള്ള സമസ്ത ലേണിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന നബിദിന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഈ പരിപാടിയിൽ നമ്മുടെ പ്രമുഖ നേതാക്കളൊക്കെ സംബന്ധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ സാന്നിധ്യം നമ്മെ അങ്ങേയറ്റം സന്തോഷഭരിതരാക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ പൂർത്തിക്കുമ്പോൾ നബി പരമ്പരയിൽപ്പെട്ട അവരുടെയൊക്കെ ഇതിലുള്ള പങ്കാളിത്തം നമുക്ക് വലിയ ആവേശം പകരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ ലോകത്തിനാകമാനം വഴികാട്ടിയും മാതൃകയുമായിട്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളതെന്നുള്ളത് ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് മാതൃകയാകുന്നത്, എങ്ങനെയാണ് എല്ലാവർക്കും വഴികാട്ടിയാകുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് എത്രയോ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഇതിഹാസ കഥാപാത്രമല്ല, ഏതെങ്കിലും ഒരു നോവലിലെ കഥാപാത്രമല്ല. അദ്ദേഹം നമ്മുടെയൊക്കെ ഇടയിൽ എന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ ജീവിച്ച് മജ്ജയും മാംസമൊക്കെയുള്ളൊരു മനുഷ്യനായിട്ട് ജീവിച്ച് മൺമറഞ്ഞു പോയിട്ടുള്ള ഒരു പ്രവാചകവര്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ പൂർണ്ണമായിട്ടും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആധുനിക ചരിത്ര നിദാന ശാസ്ത്ര ഹിസ്റ്റോറിയോഗ്രാഫിയുടെ എല്ലാ മാനദണ്ഡങ്ങളും വെച്ച് നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒരു ചരിത്ര സംഭവമാണ്. ഒരു ഏതെങ്കിലും ഒരു കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഇതിഹാസത്തിൻ്റെ അടിസ്ഥാനത്തിലോ വിരചിതമായിട്ടുള്ളതല്ല. അതുപോലെ തന്നെ സമ്പൂർണ്ണമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. മുൻകാല പ്രവാചകന്മാരൊക്കെ തന്നെ അവരുടെയൊക്കെ ജീവിതം ഈ രൂപത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതും, അതുപോലെ അവരുടെയൊക്കെ ജീവിതം സമ്പൂർണ്ണമായിട്ട് എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്ന രൂപത്തിലായിരുന്നില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. അവരൊക്കെ പ്രവാചകന്മാരാണ്, നമ്മൾ അവരൊക്കെ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ ദൗത്യം പരിമിതമായ കാലഘട്ടത്തിലേക്ക്, പരിമിത പ്രദേശങ്ങളിലത്തേക്ക് മാത്രമുള്ളതായിരുന്നുകൊണ്ട് അങ്ങനെയുള്ള ആഗോള മാതൃക, എല്ലാ കാലത്തേക്കുള്ളൊരു മാതൃക എന്നതിലേക്ക് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരാളെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അപ്പോൾ അവിടുത്തെ ജീവിതം എന്ന് പറയുമ്പോൾ അതിന് തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ വിയോഗം വരെയുള്ള എല്ലാ സംഭവങ്ങളും വളരെ കൃത്യമായിട്ട് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ള ചരിത്രമായിട്ട് തന്നെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ ജീവിതം സമ്പൂർണ്ണമാണ്, സമഗ്രമാണ്, മാതൃകാപരമാണ് അല്ലേ? ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ജീവിതത്തിലൊരാൾ കടന്നു പോകേണ്ട ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലയിലൂടെയൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോവുകയും അതിലൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള മാതൃക കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. വളരെ ചെറുപ്പം മുതൽ തന്നെ അൽ-അമീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുകയും പിന്നീട് ഖദീജ ബീവി വിവാഹം കഴിക്കുകയും അങ്ങനെ ഖദീജ ബീവി ഈ വഹി ഉണ്ടായ സമയത്ത് തിരിച്ചു വന്ന സമയത്ത് തന്നെ ഖദീജ ബീവി പറഞ്ഞത്, അങ്ങ് ഒരു നിലക്കും അള്ളാഹു നിങ്ങളെ വിഷമിപ്പിക്കുകയില്ല, അങ്ങ് പാവങ്ങളെ സഹായിക്കുന്ന ആളുകളായിരുന്നു, മറ്റുള്ളവരുടെയൊക്കെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഒരാളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യത്തെ ഒരു സാക്ഷ്യപത്രമാണ് റസൂലുള്ളാഹിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഏറ്റവും അടുത്ത ആളുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ അവിടുത്തെ വ്യക്തിവൈശിഷ്ട്യത്തിന് തെളിവാണ്. ഓരോ ഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പെരുമാറി എന്നുള്ളത്, അതുപോലെ അഭയാർത്ഥിയായിട്ട് അദ്ദേഹം പലായനം ചെയ്യേണ്ടി വന്നത്, ഉപദ്രവിക്കപ്പെട്ടത്, വിജയിച്ച് നിൽക്കുന്ന ഒരു ജേതാവായിട്ടുള്ള അവസരങ്ങൾ, ശത്രുക്കളെ അങ്ങേയറ്റം തറപ്പറ്റിച്ച് മക്കം ഫത്തിൻ്റെ ദിവസങ്ങൾ, ആ ദിവസങ്ങളിലൊക്കെ അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അനുവർത്തിച്ചു എന്നുള്ളത് നമുക്ക് പഠിച്ചു നോക്കിയാൽ അതൊക്കെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും ഉത്തമ മാതൃകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എല്ലാവരും അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിരുന്ന ആളുകളെ ഏറ്റവും വലിയ സ്ഥാനങ്ങൾ നൽകിക്കൊണ്ടാണ് മക്കം ഫത്ത് നാളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിച്ചത്. അങ്ങനെയൊക്കെയുള്ള മഹനീയ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വിട്ടുവെച്ച് പോയിട്ടുണ്ട്. എല്ലാ മേഖലകളിലും ഒരാൾ കടന്നു പോകേണ്ട എല്ലാ മേഖലകളിലും ഗുരുനാഥൻ, ശിഷ്യൻ, മാതാവ് പിതാവ്, അതുപോലെ തന്നെ ഭർത്താവ്, ഇങ്ങനെ അതുപോലെ ഭരണാധിപൻ, ന്യായാധിപൻ, അതുപോലെ പിന്നെ യോദ്ധാവ്, പിന്നെ പരാജയപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ നേതാവ്, വിഷമിക്കുന്ന സാഹചര്യത്തിൽ ഷാബൂബ് താബിലൊക്കെ താമസിച്ചൊക്കെ അവസരങ്ങൾ അതൊക്കെ നമ്മളുടെ മുമ്പിലുണ്ട്. പിന്നെ നല്ലൊരു ഭരണകൂടം കെട്ടിപ്പടുത്ത് നല്ല മാതൃകാപരമായിട്ടുള്ള എല്ലാ നിലക്കും ആർക്കും ഒരു പരാതിയുമില്ലാത്ത രൂപത്തിലുള്ള ഒരു ഭരണം കാഴ്ചവെച്ച് അങ്ങനെ എല്ലാ മേഖലകളിൽ നിസ്തുലമായ മാതൃക കാഴ്ചവെച്ചിട്ടുള്ള അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ അവദാനങ്ങൾ പൂർത്തിക്കാനും അനുസ്മരിക്കാനും ആ ജീവിത മാതൃകകളൊക്കെ ചർച്ച ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ പരിപാടി
സംഘടിപ്പിച്ചിരിക്കുന്നത്. നല്ല പഠനാർഹമായിട്ടുള്ള ഒരുപാട് പഠന ക്ലാസ്സുകൾ ഇവിടെ വരാനിരിക്കുകയാണ്. ഈ പരിപാടിക്ക് സകലവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.